ഞാനിവിടെ അമൃതം പൊടി കൊണ്ടുള്ള ലഡുവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാക്കറ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ തീയിലിട്ടിട്ട് നിർത്താതെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അടിയിലൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വറുത്തെടുക്കുന്നതിന് അധികം സമയം വേണ്ടി വരും. ഈ വീഡിയോയിൽ കുറച്ച് സമയം കാണിക്കണുള്ളൂ. വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടത് കൊണ്ട് കുറച്ച് സമയം കാണിക്കണുള്ളൂ. ഇതിലും സമയം വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെയൊക്കെ കരിഞ്ഞു പോകുക. അപ്പോൾ ശ്രദ്ധിച്ച് വറുത്തെടുക്കണം. അപ്പോൾ രണ്ടാമത്തെ പാക്കറ്റ് ഞാൻ വറുത്തെടുക്കുകയാണ്. അപ്പോൾ വറുക്കാതെ നമുക്ക് അമൃത ലഡു ഉണ്ടാക്കാം. പക്ഷേ വറുത്തെടുക്കുകയാണെങ്കിൽ പൊടി ഒന്നുകൂടി വെന്ത് കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ രണ്ടാമത്തെ പാക്കറ്റ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി അണ്ടിപ്പരിപ്പില്ലെങ്കിലും കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് വറുത്തിട്ടാലും മതി. വറുത്ത് പൊടിച്ചിടണം. അപ്പോൾ അത് ഏകദേശം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3-4 ഏലയ്ക്ക്, പിന്നെ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയും, അതിട്ട് കൊടുക്കുകയാണ്. അതിട്ടൊന്ന് ചൂടാക്കി എടുക്കണ്ട്. ഇത് അണ്ടിപ്പരിപ്പും ജീരകവും ഏലക്കയും കൂടി എല്ലാം പൊടിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം കൂടി പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുത്തത്. ഈ ജീരകം ചേർക്കുന്നത് കൊണ്ട് ഗ്യാസ് ട്രബിൾ ഉള്ളവർക്ക് നല്ലതാണ്. പിന്നെ നല്ല ടേസ്റ്റ്, നല്ല മണം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കരപ്പാനി നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൂസാക്കി വേണം എടുക്കാൻ. എൻ്റെ കുറച്ച് കട്ടിയിലായിപ്പോയി, നേരത്തെ തന്നെ ഉരുക്കിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് സ്പൂൺ മാറ്റിയിട്ട് കൈവച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നനവ് വേണം. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കരപ്പാനി വെള്ളമൊഴിച്ചൊന്ന് ലൂസാക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് നനച്ചെടുക്കുകയാണ്. അപ്പോൾ ലഡു പോലെ ഉരുട്ടിയെടുക്കണമെങ്കിൽ കുറച്ച് നനവ് വേണം, എന്നാലാണ് നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതേപോലെ ലഡു പോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് അവലോസ് പൊടി പോലെയൊക്കെ കട്ടൻ ചായയിലൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇത് നമ്മളൊരു ടിന്നിലിട്ട് വെച്ചാലും മതി. അപ്പോൾ എല്ലാ പൊടികളും ഞാൻ നല്ല ലഡു പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അമൃതം പൊടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമൃത ലഡു റെഡി ആയിട്ടുണ്ട്. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനമൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ലഡുവൊക്കെ ഒന്ന് കുറവ് വന്നിട്ടുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ എല്ലാവരും എടുത്ത് കഴിച്ച്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.